Good afternoon, everyone. Good afternoon. എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ. സോ ഇപ്പോൾ എനിക്കൊന്ന് എമ്പുരാനെ കുറിച്ച് ആരോ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചു എന്ന് തോന്നുന്നു. സോ എമ്പുരാനാണല്ലോ ഇപ്പോഴത്തെ ഡിസ്കഷൻ ടോപ്പിക്. ഇതിൽ എത്ര പേരുണ്ട് എമ്പുരാൻ കണ്ടത്? ഒന്ന് കൈവൊക്കെ. ഓക്കെ. ലൂസിഫർ കണ്ട എത്ര പേരുണ്ട്? ഓക്കെ. അപ്പോൾ ഞാൻ ലൂസിഫറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ. സോ ലൂസിഫറിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എനിക്കറിയാവുന്നതിലൂടെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഡാഷ് ഇസ് എ ഡാഷ് ബിസിനസ്. എന്താണ്? വെരി ഗുഡ്. സോ നർക്കോട്ടിക്സ് ഇസ് എ വെരി വെരി ഡേർട്ടി ബിസിനസ്. സോ അതുകൊണ്ടാണ് നമ്മുടെ തീം ഇന്ന് ഡ്രഗ് ഫ്രീ കേരള. സോ ഡ്രഗ് അബ്യൂസ് ഇവിടെ ഒരു വലിയ ഇഷ്യൂ ആയി തുടങ്ങിയ കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുമ്പെയാണ് GTech ഈ ഒരു ഡ്രഗ് ഫ്രീ കേരള എന്ന തീം ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ആ ഒരു തീമിൻ്റെ അടിയിൽ ഞങ്ങൾ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ GTech കേരള മാരത്തണാണ്. കഴിഞ്ഞൊരു 3 എഡീഷനുകളിലായി എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 20,000-ഓളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിട്ടുണ്ട്. ആ എല്ലാ റണ്ണിലും എല്ലാ പേരും ഓടിയത് ഡ്രഗ് ഫ്രീ കേരളയുടെ ലോഗോയുള്ള ടീഷർട്ട്സ് ഇട്ടുകൊണ്ടാണ്. സോ ഇന്നിപ്പോൾ ഈ പെർമ്യൂട്ട് എന്ന ഈ സ്കില്ലിംഗ് ഫെസ്റ്റിവലിൽ നമ്മൾ ഈ ഡ്രഗ് ഫ്രീ കേരള എന്ന തീം വീണ്ടും കൊണ്ടുവരാനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം കേരളത്തിലെ ജെൻസി യൂത്തിൻ്റെ ഒരു ക്രീം പോപ്പുലേഷനാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം അവർ ക്ലാസ് റൂമിലുള്ള ലേണിംഗ് മാത്രം പോരാ എന്ന് മനസ്സിലാക്കി ഇൻഡസ്ട്രി ആയിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തി എഫേർട്ട് ഇട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഈവൻ്റ് പോലും ഫുള്ളി ഓർഗനൈസ് ചെയ്യുന്നത് മ്യൂലേണിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പസിലുള്ള കുട്ടികളാണ്. സോ ഇത്രയും പേർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഓഡിയൻസാണ് നമുക്കിവിടെ ഉള്ളത്. ഒരു കാര്യം എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഈ ഒരു നമ്മുടെ മ്യൂലേണിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഡ്രഗ് അബ്യൂസ് ഉള്ള ഒരാളെ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണെങ്കിൽ നിങ്ങളൊരു കൈഡ് കൊടുക്കുക. സോ ഈ ഡ്രഗ് ഫ്രീ കേരള എന്ന് പറയുന്ന നമ്മുടെ ഈ തീമിലേക്ക് ഇത്രയും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റീനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കിന്ന് നമ്മുടെ പാനലിസ്റ്റുകളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ലെറ്റ് മീ വെൽക്കം ദി പാനലിസ്റ്റ് ഒഫീഷ്യലി. First we have Thompson Joss IPS, City Police Commissioner of Trivandrum. I think he'll be joining us shortly. Next, on behalf of the Excise Department, we have Sri Pradeep VA, Joint Excise Commissioner, Awareness Program and Coordination, who is an expert in implementing anti-drug programs. Welcome, sir. Next, I'm very happy to welcome Sri K. Shabrinathan, ex-MLA, who has a lot of experience as well as academic interest in policy making and community engagement, both in the government sector as well as his past corporate life. He's also my junior from CT, so happy to welcome you, Shabri. Finally, we have Manju Meelan, catalyst of the Fourth Way Foundation. They are specializing in youth empowerment and community-driven initiatives all over the state. Welcome, Manju. So, ആദ്യമായി എന്തുകൊണ്ട് ഡ്രഗ് ഫ്രീ കേരള, എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നു? സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി പ്രോബ്ലം. സോ നമുക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. സോ 2022 ഏതാണ്ട് 6000 ഡ്രഗ് റിലേറ്റഡ് NDPS കേസുകളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. 2024 ആയപ്പോഴത്തേക്കും അത് 27,000 കേസുകളിലെത്തി. ഈ നമ്മൾ ഉടുത്ത പഞ്ചാബ് എന്നൊക്കെ വിളിച്ച് കളിയായിക്കൊണ്ടിരിക്കുന്ന പഞ്ചാബി പോലും ഇപ്പോൾ 9,000 കേസുകളേ ഉള്ളൂ. പിന്നെ യൂത്ത് ഇൻവോൾവ്മെൻറ്റ് നോക്കുക. ആസ് പെർ ഡേറ്റ ഡി അഡിക്ഷൻ പ്രോഗ്രാമിലെ 2025 മാത്രം ഇതുവരെ പോയിട്ടുള്ളത് 588 മൈനേഴ്സാണ്. അതുപോലെ 11,000 ഇൻപേഷ്യൻ കേസസ്, 1,00,000-ൽ പരം ഔട്ട് പേഷ്യൻ കേസസ്. MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം കഴിഞ്ഞ 1 വർഷം കൊണ്ട് 65% വർദ്ധിച്ചു. 1300 ഡ്രഗ് പെഡലിംഗ് ഹോട്ട്സ്പോട്ട്സ് ആണ് സ്റ്റേറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഒഫീഷ്യലി. ആൻഡ് ദിസ് ഇസ് നോട്ട് കോൺസെൻട്രേറ്റഡ് ഇൻ എനി പെർട്ടിക്കുലർ സിറ്റി, ദിസ് ഇസ് ഓൾ ത്രൂ ദി സ്റ്റേറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 2025 ഇതുവരെ നടന്ന കൊലപാതകങ്ങളിൽ പകുതിയിലും സബ്സ്റ്റൻസ് അബ്യൂസ് ആണ് ഒരു മെയിൻ കാരണമായിട്ട് വന്നിരിക്കുന്നത്. സോ വി നോ ദി പ്രോബ്ലം ഇസ് ക്വൈറ്റ് ഒബ്വിയസ്. സോ നമ്മുടെ ഒരു 45 minutes ഉള്ള പാനൽ ഡിസ്കഷനിൽ നമുക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആസ്പെക്ട്, ഹൗ ക്യാൻ വി വർക്ക് വിത്ത് the cream of the Gen Z youth like you
in the fight against substance abuse. So this is the topic. So നമുക്ക് പതുക്കെ ഡിസ്കഷനിലേക്ക് കടക്കാൻ തോന്നുന്നു. So sir, first of all, since you are representing the excise department, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി? നമ്മൾ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇത്രയും ഏജൻസീസ്, കോർപ്പറേറ്റ്സ്, NGOs എല്ലാവരും ഇത്രയും എഫേർട്ട് ഇട്ടിട്ടും ഇപ്പോഴും നമ്മുടെ കേസുകൾ ഇത്രയും ഹൈ ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ യൂത്തിൻ്റെ ഇടയിൽ പോലും, സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും ഇത്രയും ഡ്രഗ് അബ്യൂസ് വരാനുള്ള പ്രൈമറി കാരണം എന്താണെന്നാണ് സാറിൻ്റെ അഭിപ്രായം? അത് നമ്മുടെ ഒരു കുട്ടി അല്ലെങ്കിൽ വളർന്നു വരുമ്പോൾ 3 തരം സംഗതികളാണ് അവർക്ക് ബേസിക്കായിട്ട് വേണ്ടത്. അവർക്ക് ശാരീരികമായിട്ടുള്ള ആവശ്യം, മാനസികമായിട്ടുള്ള ആവശ്യം, സാമൂഹികമായിട്ടുള്ള ആവശ്യം. പല കുടുംബങ്ങളിലും ഈ ശാരീരികമായിട്ടുള്ള ആവശ്യം മാത്രമേ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ട ആഹാരം, ഇഷ്ടപ്പെട്ട പാനീയം. മാനസികമായിട്ടുള്ള ആഗ്രഹം, ആവശ്യം എന്ന് പറഞ്ഞാൽ അവൻ എന്താകണം, എത്ര വരെ പഠിക്കണം, എന്താണ് അവൻ്റെ ലക്ഷ്യം. പിന്നെ സാമൂഹികം, അവൻ ആരുമായിട്ടൊക്കെ സഹകരിക്കണം, ആരോടൊക്കെ ഇടപെട്ടുകൂടാ. ഈ പറയുന്ന 3 ഘടകങ്ങൾ 3ഉം ഒരേപോലെ വരുന്നില്ല. ആദ്യത്തെ കാര്യങ്ങളാണ് മിക്ക കുടുംബങ്ങളിലും ആദ്യത്തെ സംഗതി മാത്രം നടത്തി കൊടുക്കുന്നതിന് രക്ഷകർത്താക്കളായാലും അധ്യാപകരായാലും ശ്രദ്ധിക്കുന്നു. മറ്റ് 2 ഘടകങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോകുന്നില്ല. അപ്പോൾ അവർ ഈ പറയുന്ന തരത്തിൽ പിയർ ഗ്രൂപ്പ്, അവരിൽ നിന്നാവാം, അവരിൽ നിന്ന് മുതിർന്നവരിൽ നിന്നാവാം, ആ മുതിർന്നവരിൽ നിന്നൊക്കെയാണ് സഹകരണം വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി, ഒരു കുട്ടി, അവന് പെട്ടെന്ന് ഒരു അസ്വസ്ഥത മറ്റോ വന്നു കഴിഞ്ഞാൽ ആദ്യം ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ അധ്യാപകർ. ഇന്ന് അവനുമായിട്ട് സഹകരിക്കുന്ന സുഹൃത്തുക്കളെയാണ് പെട്ടെന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ രക്ഷകർത്താക്കളുമായിട്ടും അധ്യാപകരുമായിട്ടുമുള്ള അകലം കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു. അത് കുട്ടി യുവാവാകുമ്പോൾ അതേ കണക്ക് അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിലേക്ക് വരുന്നു. ആ സുഹൃത്തെന്ന് പറയുന്നത് അവനേക്കാൾ 3-4 പ്രായം കൂടിയതാണെന്നുണ്ടെങ്കിൽ അവിടെ ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും വൈകാരികമായിട്ടുമുള്ള അന്തരം വളരെ കുറവാണ്, കൂടുതലാണ്. അപ്പോൾ കുട്ടികളായാലും യുവാക്കളായാലും അവർ വളർന്നു വരുമ്പോൾ ശാരീരികമായിട്ടും വൈകാരികമായിട്ടും ഉള്ളവരുമായിട്ട് ഉള്ള സഹകരണം ഇപ്പോഴില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ. സോ ശബരി, നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ഇതിനെ ഒരു പരിധിവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് ഇപ്പോൾ നമ്മൾ കേട്ടു. ശബരി ഇടയ്ക്ക് ഫേസ്ബുക്കിൽ അഡോളസൻസ് എന്ന വെബ് സീരീസിനെ കുറിച്ച് എഴുതിയിരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ നമുക്ക് പലപ്പോഴും ജെൻസി മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് സെറ്റിങ്ങിൽ നടക്കുന്ന അഡോളസൻസ് എന്നൊരു സീരീസിൽ പോലും നമ്മളിന്ന് നാട്ടിലൊക്കെ ട്രോളായിട്ട് യൂസ് ചെയ്യുന്ന ആ തന്ത വൈബ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ നമുക്ക് ജെൻസിയെ മനസ്സിലാവാത്തതാണോ ശരിക്കും കാരണം? അതുകൊണ്ടാണോ നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഇടപെടാനും പറ്റാതെ അവർ ഈ ഡ്രഗ് അബ്യൂസിലേക്ക് എത്തുന്നത്? എന്താണ് ശബരിയുടെ ഒരു അഭിപ്രായം അതിനകത്ത്? ആദ്യമേ തന്നെ ഇങ്ങനൊരു ടോപ്പിക് എടുത്ത പ്രൊമ്യൂട്ടനെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ഒരു 1-2 മാസത്തെ നമ്മുടെ ഒരു സാമൂഹിക ചുറ്റുപാടും ചില കൊലപാതകങ്ങളും മരണങ്ങളും ഒക്കെ കാരണം മലയാളികളുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസിലേക്ക് ഈ ഒരു വിഷയം വരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അത് നേരത്തെ ഹരീഷ് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പഞ്ചാബിനെ കുറിച്ചാണ്. 10 വർഷം മുമ്പ് പഞ്ചാബ് എന്നുള്ള ഒരു സംസ്ഥാനം തകർന്നതിൻ്റെ സാമ്പത്തികമായി തകരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ വലിയ രീതിയിലുള്ള ഡ്രഗ് അബ്യൂസും അതോടൊപ്പം ഒരു തലമുറ തന്നെ തകർന്നു പോയതിൻ്റെ ചരിത്രം ഒരു 10-15 ഇയേഴ്സ് ബാക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഇഫ് യു ഗോ ബാക്ക് പിന്നോട്ട് പോവുകയാണെങ്കിൽ പണ്ടൊരു ഗ്രേറ്റ് ഓപ്പിയം വാർസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഓപ്പിയം വാർസ് കാരണം ട്രേഡ് ഡെഫിസിറ്റിൻ്റെ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈനയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നു. അപ്പോൾ ചൈനയിലേക്ക് കൂടുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പണം അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ട്രേഡ് ഡെഫിസിറ്റ് നികത്താൻ വേണ്ടിയാണ് അന്ന് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യയിൽ ഈ ആസാമിലും ബംഗാളിലും ഒക്കെയുള്ള ഓപ്പിയം ചെടികൾ വളർത്തി ആ ഓപ്പിയം ചൈനയിലേക്ക് വിട്ട് 2 തലമുറയോട് ഏകദേശം നശിപ്പിച്ച ഗ്രേറ്റ് ഓപ്പിയം വാർസിൻ്റെ കഥകൾ നമ്മൾ അമിതാഭ് ഘോഷൊക്കെ വായിച്ചറിയാൻ പറ്റും. അതിൽ നിന്ന് അതിനേക്കാളും വലിയ സങ്കീർണമായിട്ടുള്ള വിഷയത്തിൽ ഇന്ന് കേരളം നിൽക്കുകയാണ്. നേരത്തെ ഹരീഷ് പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ക്രൈമിൻ്റെ കാര്യം പറഞ്ഞു. നേച്ചർ ഓഫ് ക്രൈം മാറിയിരിക്കുകയാണ്. ഈ ക്രൈം എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ട്. എണ്ണം കൂടി, ഡേറ്റ കൂടി, കൂടുതൽ ചെക്കിങ് നടക്കുന്നുണ്ട്, കൂടുതൽ ആളുകൾ പിടിക്കുന്നുണ്ട്. പക്ഷെ ക്രൈമിൻ്റെ നേച്ചർ മാറുകയാണ്. നമ്മളിതിപ്പോൾ പെട്ടെന്ന് നമ്മുടെ സമൂഹം ഇത് തിരിച്ചറിയാനുള്ള കാരണവും
ആ ക്രൈമിൻ്റെ നേച്ചർ മാറിയത് കൊണ്ടാണ്. ഒരാൾ 2 മണിക്കൂറിൻ്റെ സ്പാനിൽ 4 ആളുകളെ കൊല ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾ, പണ്ട് ഞാൻ അരിച്ച് പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ വഴക്കുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്കൊഴിക്കും, കൂടിപ്പോയൊരു കോമ്പസ് കൊണ്ട് ഒരു കുത്തു കൊടുക്കും. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് ഒരു 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 കൊലപാതകം നടക്കുകയാണ്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള വാട്സാപ്പിലെ കുട്ടികൾ ചർച്ച ചെയ്യുന്നത് എന്താണ്, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്താൽ അത് ആർക്കും കേസ് വരത്തില്ല എന്നുള്ള ഒരു മണ്ടൻ ന്യായം ഒരു കുട്ടി പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 10ാം ക്ലാസ്സിലെ ഒരു 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 കുട്ടി മരിക്കുകയാണ്, കൊലപാതകം ചെയ്യുകയാണ് SSLC പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ്. അപ്പം അത് കണ്ടും ഈ അഡോളസൻസ് എന്ന സീരീസിനെ കുറിച്ച് പറഞ്ഞപ്പോഴുമാണ് അതെന്തുമാത്രം നമ്മുടെ നാട് മാറി എന്നുള്ളതാണ്. ആ സീരീസിൽ പറയുന്നത് ബ്രിട്ടനിലെ ഒരു സ്കൂളിലെ 13 വയസ്സിൽ 8ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി മരിക്കുന്നു. അത് കൊലപാതകം ചെയ്യുന്ന ഒരു സഹപാഠിയാണ്. അത് ഹൂ ഡൺ ഇറ്റ് അല്ല, അതിൻ്റെ ക്രിയേറ്റേഴ്സ് പറയുന്ന പോലെ വൈ ഡിഡ് ഹി ഡു ഇറ്റ് എന്നുള്ളതാണ്. ആ വൈ എന്നുള്ളത് ചകഞ്ഞു പോകുമ്പോഴാണ് മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്ന രീതിയിൽ ഞാനും ഹരീഷും നമ്മൾ കൂടുതൽ ആൾക്കാരൊക്കെയുള്ള ഇതിൻ്റെ സംഘാടകരുള്ള ആ ഒരു ജനറേഷനും ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ കുട്ടികളെ മാത്രം കുറ്റം പറയണമെന്ന് പറയുന്ന ഒരാളല്ല. ഒരു വലിയൊരു പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലോകം മനസ്സിലാക്കാൻ നമുക്കും നമ്മുടെ ലോകം മനസ്സിലാക്കാൻ അവർ കഴിയുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്, വലിയൊരു ഡിസ്കണക്റ്റ്. നമ്മൾ എത്രത്തോളം മോഡേൺ ആവാൻ ശ്രമിക്കുകയാണെങ്കിലും കുട്ടികളും അവരുടെ സ്പേസുമായി വലിയൊരു ഡിസ്കണക്റ്റ് ഉണ്ട്. ഈ ഡ്രഗ്സിൻ്റെ വിഷയത്തിൽ തന്നെ ഈ കുട്ടികളൊക്കെ അവരുടെ കൂട്ടത്തിലുള്ള ആളുകളായി കൂടുതൽ സിങ്കായി നിൽക്കുമ്പോൾ ഒരു കോമൺ അസസീവായിട്ട് ഈ ഡ്രഗ് മാറുകയാണ്. കാരണം ബാക്കി ആളുകൾ അവർക്ക് ഇപ്പം നമുക്ക് നമ്മുടെ മുൻ തലമുറയെ പുച്ഛമുണ്ടെങ്കിൽ നമ്മൾ കേൾക്കും. ഈ കുട്ടികൾ കൂടുതൽ ഇവോൾവ് ആണ്, അവർക്ക് നമ്മളെ കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ കൂടുതൽ ഉള്ള ഒരു സോഷ്യൽ കൊഹഷനുള്ള ഒരു ടൂളായി ഈ ഡ്രഗ്സ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വലിയ പരിധി വരെ സർക്കാർ ഇനിഷ്യേറ്റീവ്സ് അതിനോടൊക്കെ വീടുകളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നമ്മളൊരു പക്ഷേ ഒരു 10 വർഷം ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് വീടുകളിൽ കൂടുതൽ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ചർച്ച നടക്കണമെന്നൊക്കെ പറഞ്ഞൊരു വനിതാ ഗൃഹലക്ഷ്മി കാലഘട്ടത്തിൻ്റെ മക്കളാണ് നമ്മൾ. അതിന്നൊരു ഗിവൺ തിങ്ങാണ്. ലൈക്ക് നമ്മളൊക്കെ കൊച്ചായിരുന്നപ്പം ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അത്തരത്തിലേക്കുള്ളൊരു ചർച്ചയിലേക്ക്, ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചും ഡ്രഗ് യൂസിനെ കുറിച്ചും കൂടുതൽ വീടുകളിലേക്ക് എത്തണം. കാരണം സർക്കാർ എത്ര മാൻഡേറ്റ് ചെയ്താലും നമ്മളൊക്കെ എത്ര മാൻഡേറ്റ് ചെയ്താലും വീട്ടിൽ അതിൻ്റെ സൊല്യൂഷൻ ഇല്ലാതെ ഇത് മുന്നോട്ട് പോവുകയില്ല. അല്ല, ആസ് പേരൻസ് നമ്മുടെ തലമുറ കൂടി അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവണം, ശരിയായിട്ടുള്ള വിഷയം എന്താണെന്ന് മനസ്സിലാക്കി പോകണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഇതിൽ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഗവൺമെൻറ് ഉണ്ട്, ക്രൈം എൻഫോഴ്സ്മെൻറ്റ് ഇതുണ്ട്, NGOs ഉണ്ട്, സിവിൽ സൊസൈറ്റി ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ ഞാനൊരു തന്തവി പറയുന്നൊരു കാര്യമായിരിക്കാം. പണ്ടൊക്കെ നമുക്ക് ടീച്ചർമാരെ ഇപ്പം നമ്മൾ CET പഠിക്കുമ്പം താല്പര്യമില്ലെങ്കിലും നമ്മൾ ക്ലാസ്സിൽ ഒത്തിരിയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇന്നിപ്പം ഈ ടീച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരാളാണെന്നുള്ളൊരു ഓൺലൈൻ എഡ്യൂക്കേറ്റേഴ്സ് കാലമാണ്. ദർ ആർ മെനി ഓൺലൈൻ എഡ്യൂക്കേറ്റേഴ്സ് ടു ടീച്ച് ബെറ്റർ ദാൻ ക്ലാസ്സിലെ ടീച്ചേഴ്സ്. ക്ലാസ്സിൽ പോയാലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ഫ്രെയിം വർക്ക് മാറിയപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. നമ്മൾ ഈ റെസ്പെക്റ്റ് ചോദിച്ചുകൊണ്ട് മാറി നിന്നാൽ കുട്ടികൾ വരില്ല. വി ഹാവ് ടു ഗോ ടു ദം, വി ഹാവ് ടു ടോക്ക് ടു ദം. അല്ലെങ്കിൽ ഇത് വലിയൊരു വിഷയമായി, പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയധികം മറ്റ് കമ്മ്യൂണിറ്റികളുമായിട്ടൊരു പോറസ് ബന്ധമുള്ളൊരു കമ്മ്യൂണിറ്റിയിൽ പേരൻസും നമ്മളും എല്ലാം കൂടുതൽ ഈ കുട്ടികളിലേക്ക് എത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. താങ്ക് യു ശബരി. So coming to Manju, so as part of the Fourth Way Foundation, എനിക്ക് തോന്നുന്നു ഇവിടെ ഡ്രഗ് സബ്സ്റ്റൻസ് അബ്യൂസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ പറയാൻ പറ്റുന്ന ഒരു പക്ഷേ മഞ്ജുവിനായിരിക്കും. സോ ഞാൻ ഫോർത്ത് വേ ഫൗണ്ടേഷൻ്റെ 2024 ആനുവൽ റിപ്പോർട്ട് നോക്കുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നടത്തിയ സർവേയിൽ നിങ്ങൾ സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ 92% ഇൻ ദി 13 to 17 ഏജ് കാറ്റഗറി. സോ ഞാൻ പറയുന്നത് നിങ്ങളോടാണ്. സോ now you are playing the role of mentors to your brothers and sisters who are in school. കാരണം ആ കാറ്റഗറിയിലാണ് that Fourth Way Foundation has found that 93% of kids are in that category. So എങ്ങനെയാണ് കുട്ടികൾ ഇതിലേക്ക് എത്തുന്നത്? അതുപോലെ ഇവരെ പോലുള്ള ജെൻസി യൂത്തിന് എന്ത് റോൾ അവിടെ പ്ലേ ചെയ്യാൻ പറ്റും? ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ലഹരി പദാർത്ഥ ദുരുപയോഗം ചെയ്യാത്ത ഈ തലമുറയിലെ മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള കുട്ടികളുടെ മുമ്പിലിരിക്കാൻ ഒരവസരം കിട്ടിയതിൽ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനാറിയോയിൽ. അതുകൊണ്ട് തന്നെയാണ് അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ലഹരി പദാർത്ഥ ദുരുപയോഗത്തിലേക്ക് ഇങ്ങനെ ഇത്രയും വലിയ ഒരു ഇതിലേക്ക് എത്താൻ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുവാണ്. അത് നിങ്ങളറിയണം, വേറെ ആരും അറിഞ്ഞില്ലെങ്കിൽ. കാരണം അത് ഉപയോഗിക്കാത്ത ചെറുപ്പക്കാരിങ്ങനെ ഇരിക്കുമ്പോൾ അവരിൽ വലിയ സാധ്യതകളാണ് ഫോർത്ത് വേവ് ഫൗണ്ടേഷൻ കാണുന്നത്. അവരെല്ലാവരും പ്രിവെൻഷൻ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ റീസൺസ് നിങ്ങൾ അറിയണം. 2 തരം ഫാക്ടേഴ്സാണ് ശരിക്കും നമ്മുടെ കുട്ടികളെ ലഹരി പദാർത്ഥ ദുരുപയോഗത്തിലേക്ക് ഇപ്പോൾ ഇങ്ങനെ ആകാൻ കാരണമായിരിക്കുന്നത്. അതിലൊരു പുഷ് ഫുൾ ഫാക്ടർ എന്നാണ് നമ്മൾ അതിനെ പറയുക. പുഷ് പുൾ ഫാക്ടേഴ്സ്. പുഷ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ താരതമ്യേന വളരെ സേഫായിരിക്കേണ്ട കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം, കുടുംബങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ടി വരുന്ന സാഹചര്യം, അത് ഉണ്ടാകുന്നതിൻ്റെ റീസൺ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുണ്ടാകുന്നതിൻ്റെ റീസൺ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ ബന്ധങ്ങൾ ശരിയാകുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതിൻ്റെ പിന്നിലൊരു സയൻസും കൂടെ നമ്മൾ അറിയണം. അതിന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എറിക് എറിക്സൺ എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ മനുഷ്യൻ്റെ ഡെവലപ്മെൻറ്റിനെ ജനനം മുതൽ മരണം വരെ 8 സ്റ്റേജുകളിലായിട്ട് വിഭജിച്ച് വെച്ചിട്ടുണ്ട്. ഈ 8 സ്റ്റേജിലും മനുഷ്യന് വളർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 18 വയസ്സിനുള്ളിലാണ് ആദ്യത്തെ 5 സ്റ്റേജ്. അവിടെയാണ് മനുഷ്യനിൽ രൂപപ്പെടേണ്ട പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളായിട്ടുള്ള സ്വഭാവ രൂപീകരണം സാധ്യമാകേണ്ട കാര്യം കിടക്കുന്നതും ആ 5 സ്റ്റേജിലാണ്. ഈ 18 വയസ്സ് വരെയുള്ള കാലം. ഈ 18 വയസ്സ് വരെയുള്ള കാലം മാതാപിതാക്കളുടെ കൂടെയാണ് ഈ നിങ്ങളെല്ലാവരും ആയിട്ടുള്ളത്, ഞങ്ങളും ആയിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ മാതാപിതാക്കളുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ പറയും. നിങ്ങൾ ആ സമയത്ത് കുട്ടികളിൽ രൂപപ്പെടേണ്ട മൈൽ സ്റ്റോൺ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പലപ്പോഴും അവിടേക്ക് നിങ്ങളെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൗമാരപ്രായത്തിലേക്ക് വരുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ് റിബലായിട്ടൊക്കെ പലപ്പോഴും കുട്ടികൾ മാറുകയും മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അത് മാതാപിതാക്കളുടെയോ കുട്ടികളുടെയോ ഒരു കുഴപ്പമല്ല, ശരിക്കും നമ്മളുടെ അറിവില്ലായ്മയിൽ പറ്റിയതാണ്. അത് പരിഹരിക്കാൻ ഞങ്ങൾ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ഇപ്പം മാതാപിതാക്കളിലേക്കൊക്കെ ഇത് എത്തിക്കുന്നുണ്ട്. ഇനി അതിനെ പുഷ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പുൾ ഫാക്ടേഴ്സ് സമൂഹത്തിൻ്റെ പുറത്തുണ്ട്. പല രീതിയിൽ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന പല വിഭാഗം ആൾക്കാരും കുട്ടികളെ ഇങ്ങനെ ഒറ്റപ്പെട്ട് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അംഗീകാരം നൽകിയും സ്നേഹം പ്രകടിപ്പിച്ചുമൊക്കെ അവരെ പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. കൂടാതെ നമ്മൾ പറയും പിന്നെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സിനിമ, ഇപ്പം ലൂസിഫറിനെ ചോദിച്ചപ്പോൾ എല്ലാവരും ഇവിടെ കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമയ്ക്ക് നമ്മളുടെ ഇടയിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ പല സിനിമകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വലിയൊരു നോർമലൈസേഷൻ, ലഹരി ദുരുപയോഗത്തിന് വലിയൊരു നോർമലൈസേഷൻ നടക്കുന്നുണ്ടെന്നത് ദൗർഭാഗ്യകരമാണ്. എന്തുകൊണ്ട്? അതുപോലെ തന്നെ സിനിമ പറയുന്നതിന് മുമ്പ് നമ്മൾ പറയണം കുടുംബങ്ങളിൽ ഇപ്പോൾ കുട്ടികളുടെ സാന്നിധ്യത്തിൽ മദ്യപാനമൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു നോർമലൈസേഷൻ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് ഈ 18 വയസ്സെന്നൊക്കെ കുട്ടികൾക്ക് പറയുമ്പോൾ 25 വയസ്സാകണമെന്നാണ് പറയണത്. ഏകദേശം ശരിയായ തീരുമാനം എടുക്കാനുള്ള കഴിവ് കുട്ടികളിൽ വികസിക്കണമെങ്കിൽ. അപ്പോൾ ഈ 25 വയസ്സിനുള്ളിൽ നമ്മൾ അവരുടെ ഉള്ളിലേക്ക് ഈ വക ചിന്തകളൊക്കെ കടത്തി വിടുക, ഇതെല്ലാം നോർമലാണെന്ന്. പിന്നീട് അത് അവർ ചെയ്തു പോകുന്ന യൂസ് ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ കുട്ടികളല്ല കുറ്റക്കാരെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാതാപിതാക്കളെയും കുറ്റക്കാരായിട്ട് കാണേണ്ട, അറിവില്ലായ്മയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രാധാന്യം എന്താണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തൊക്കെ മറികടന്ന് വന്ന നല്ല ചെറുപ്പക്കാരാണ്. അപ്പം നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ഇപ്പോൾ എവിടെയാണ്? ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം പ്രൊജക്റ്റ് വേണ്ട കേരളത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു മെത്തേഡാണ് ഈ പിയർ ടു പിയർ ഇൻ്റർവെൻഷൻ മോഡൽ. അതായത് ചെറുപ്പക്കാർ തന്നെ
ഇപ്പം ഞങ്ങൾ സ്കൂളുകളിൽ ഏകദേശം 10 ലക്ഷം കുട്ടികളിലേക്ക് എങ്ങനെയാണ് ദോഷകരമായ കാര്യങ്ങളോട് വേണ്ട എന്ന് പറയേണ്ടത് എന്ന രീതിയിലുള്ള മോഡ്യൂൾസ് നടത്തി സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. അതിനകത്ത് ഞങ്ങളുടെ 28 വയസ്സിന് താഴേക്കുള്ള ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ ആവറേജ് ഏജ് 28ആണ്. ഞങ്ങളെപ്പോലെ 3-4 മുതിർന്നവരേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെറുപ്പക്കാരാണ്. അവരാണ് ഈ സ്കൂളുകളിൽ ചേട്ടന്മാരും ചേച്ചിമാരുമായിട്ട് പോയി നിന്ന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ മാറ്റത്തിലേക്ക് നയിക്കുന്നത്. അപ്പം അത് ഏറ്റവും കൂടുതൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള സാധ്യതകളെ ഇനി നിങ്ങളുടെ ക്യാമ്പസുകളിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റുമായിട്ടൊക്കെ സംസാരിച്ച് അതിന് എന്താണ് പ്രൊജക്റ്റ് വേണ്ടയുടെ ഭാഗത്തുനിന്ന് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് പോകാനുള്ള വലിയൊരു സാധ്യതയാണ് ഞാനിവിടെ കാണുന്നത്. That is a great suggestion. Deepu would ഉണ്ടെങ്കിൽ I think it will be great if MuLearn can have an interest group which can work with ENDA to promote drug awareness initiatives in schools and colleges. So we'll definitely take that up. So coming back to you, Pradeep sir. See, നമ്മൾ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള ആൾക്കാർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. പക്ഷേ ഇവർ പലരും അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എത്തിപ്പെട്ടതോ അതോ എത്തിപ്പെടാൻ സാധ്യതയുള്ളതോ ആയ ആൾക്കാരെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോഴും നമുക്ക് പബ്ലിക്കിന് അധികം അറിയാത്തത് അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും. സോ ബിക്കോസ് അവർക്ക് അവരുടെ ദേ ഡോണ്ട് വാണ്ട് ടു പുട്ട് ദെയർ ഫ്രണ്ട്സ് ഇൻ ടു ട്രബിൾ. അവർ ഇറ്റ് ഷുഡ് ബി മോർ ഫോക്കസ്ഡ് ഓൺ ഹൗ വി ക്യാൻ റീഹാബിലിറ്റേറ്റ് ദം. സോ ഇവരുടെ കോളേജുകളിലോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിലോ ഇങ്ങനൊരു സബ്സ്റ്റൻസ് അബ്യൂസ് ഇഷ്യൂ ഉള്ള ഒരാളെ കാണുകയാണെങ്കിൽ അവർക്ക് സേഫായിട്ട് അവരെ ഹാം ചെയ്യാതെ എങ്ങനെ അത് ഡീൽ ചെയ്യാൻ പറ്റും, എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. കേരള സർക്കാർ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കുറ്റവാളികളായിട്ടല്ല ഉപയോഗിക്കുന്നവരെ രോഗികളായിട്ടാണ്. അപ്പോൾ രോഗത്തിന് ചികിത്സയാണ് വേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ 14 ജില്ലകളിലും ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ അളവിനനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഉപയോഗിക്കുന്നതിനായിട്ട് ആകുമ്പോൾ അത് ചെറിയ അളവായിരിക്കും, അത് ഫൈൻ കിട്ടുന്ന കേസാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ പറയുന്ന തരത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കൗൺസിലിംഗ് കേന്ദ്രങ്ങളുണ്ട് 14405. അവിടെ വിളിച്ചു പറയുക. എക്സൈസിൻ്റെ പോലീസിൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അവർ വരും, കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി തരും. ഇപ്പോൾ കേരളത്തിലെ വിമുക്തി മിഷൻ്റെ കീഴിലുള്ള സർക്കാർ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ മരുന്നും കാര്യങ്ങളും എല്ലാം സൗജന്യമാണ്. ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ബൈസ്റ്റാൻഡർ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്തതാണെന്നുണ്ടെങ്കിൽ അത് പരാതി വിളിച്ച് പറയേണ്ട നമ്പറുണ്ട് 94 471 78 000. അതിലേക്ക് പരാതി വിളിച്ച് പറയുക. കാരണം നിങ്ങളുടെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരായതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. ഈ ഫൈൻ കേസുകൾ ചിലർക്ക് പെടും. ഇപ്പോൾ ചിലർ കേസിൽ പെടും. 5000 10,000, ചെറിയ അളവാണെങ്കിൽ 5000 10,000 ആയിരിക്കും അതിൻ്റെ ഒരു പിഴ കോടതിയിൽ നിന്ന് കിട്ടുന്നത്. വീട്ടുകാരെ അറിയിക്കത്തില്ല. കൂട്ടുകാരെല്ലാവരും കൂടി പൈസ ഇട്ട് 5000 10,000 രൂപ ഇട്ട് ഈ പിഴ ഒടുക്കി പുറത്തു പോകും. അത് അപകടമാണ്. കാരണം നമ്മൾ എന്തിനാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്? നമ്മുടെ ഭാവി സെക്യൂർ ആവുന്നതിന് വേണ്ടിയാണ്. നമ്മൾ പഠിച്ച് വിദ്യാഭ്യാസം നടത്തി ആ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ഒരു നല്ല സ്ഥിര വരുമാനമുള്ള ആകർഷകമായ വരുമാനമുള്ള ഒരു ജോലി കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ 5000 10,000 രൂപയുടെ പിഴ കിട്ടുന്ന കുറ്റം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് കേരള സർക്കാരിൻ്റെ കീഴിലോ വിദേശത്തോ ഒക്കെ ഒരു ജോലി കിട്ടുന്നതിന് തടസ്സമാണ്. അപ്പോൾ ഈ പറയുന്ന NDPS നിയമത്തിൽ അതിനും വകുപ്പുണ്ട്. ഈ പറയുന്ന തരത്തിൽ ഉപയോഗിക്കുന്നതിന് ആണ് നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും പിടിക്കപ്പെട്ടവരുണ്ടെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ചികിത്സ നേടുക. ചികിത്സിച്ച് അയാളുടെ ആ അസുഖം ഭേദമായി എന്നുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർ തരുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കേസ് ഏത് സ്റ്റേഷനിലാണോ രജിസ്റ്റർ ചെയ്തത് ആ SHO മുമ്പ് ഹാജരാക്കി കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് കുറ്റവിചാരണ ചെയ്യുന്ന നടപടി ഒഴിവാക്കി റെഫർ ചാർജ് കൊടുത്ത് കേസെടുത്ത് കളയും. അപ്പോഴെന്താണ്? നിങ്ങളുടെ പേരിൽ കേസില്ല, നിങ്ങളുടെ പേരിൽ ഫൈൻ ശിക്ഷ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ച വിദ്യാഭ്യാസം കൊണ്ട് ജോലി നേടുന്നതിന് ഒരു തടസ്സവുമില്ല.
ഇതിനകത്തുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു 4 പേര് 5 പേരുമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ പോയി അതിനകത്ത് ഈ 5 പേരിൽ അല്ലെങ്കിൽ 2 പേരെ നിങ്ങളെ കൂട്ടുകാരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു. അപ്പോൾ വീട്ടുകാരെ അറിയിക്കാതെ ജാമ്യത്തിന് പോകുന്നത് കൂട്ടുകാരായിരിക്കും. കൂട്ടുകാർ 4 പേര് ചെല്ലും, സ്റ്റേഷൻ ജാമ്യം തരും, കോടതിയിൽ കൊടുക്കുമ്പോൾ 5000 10,000 ഫൈനിട്ട് എടുക്കും. പക്ഷേ ഈ പിടിക്കപ്പെട്ടവർ ജാമ്യത്തിന് ചെന്നവരെക്കാൾ മിടുക്കരായിരിക്കും. മിടുക്കർ പഠിത്തത്തിൽ അവർക്ക് ഏതെങ്കിലും നല്ലൊരു ജോലി കിട്ടും. ഈ കൂടെ പോയവർക്ക് ചിലപ്പോൾ ജോലി കിട്ടത്തില്ല. മനുഷ്യന് അസൂയ എന്ന് പറയണം. അവനൊരു പരാതി ചിലപ്പോൾ എടുത്ത് അയക്കും, ഇത് കണക്ക് ഇന്ന ജോലി കിട്ടിയ ആൾ ഇന്ന. കാരണം ജാമ്യത്തിൽ വന്നവനാണെങ്കിൽ അവന് കേസ് നമ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയിക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടി വരത്തില്ല. ഈ പറയുന്ന തരത്തിൽ വരുമ്പോൾ ഇത് കണക്ക് 5000 10,000 പിഴ കിട്ടിയ ഒരു കുറ്റം ചെയ്ത ആൾക്കാണ് ഈ ജോലി കിട്ടിയെന്ന് തെളിഞ്ഞാൽ കിട്ടിയ ജോലി പോവും, പിന്നെ ഒരു ജോലിയും കിട്ടത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതിന് തരത്തിൽ കിട്ടുന്ന കേസുകൾ രക്ഷകർത്താക്കളെ അറിയിക്കണം. ഒരിക്കലും രക്ഷകർത്താക്കൾ അറിയാതെ ആ പറയുന്ന തരത്തിൽ ഫൈൻ അടച്ച് തീർക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ പഠിച്ച ആ വിദ്യാഭ്യാസം കൊണ്ടുള്ള ഒരു ഗുണവും നമുക്ക് കിട്ടാതെ പോകും. മാത്രമല്ല, നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞങ്ങൾ വിമുക്തി മിഷൻ കുറ്റപ്പെടുത്തുന്നത്. ആ ചെയ്ത ആളിനെ കുറ്റവാളിയായിട്ടല്ല കാണുന്നത്, അവൻ ചെയ്ത പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ തരത്തിൽ ചെയ്യുക. പിന്നെ ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന വകുപ്പുകളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. എക്സൈസ് വകുപ്പ് എന്ന് പറയുന്നത് വിമുക്തി മിഷനിൽ കൂടിയുള്ള ബോധവൽക്കരണം പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഇതാണ്. എന്നിരുന്നാലും ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സ കഴിഞ്ഞ് പോകുന്നവർ അവർ പോയിട്ട് പിന്നെ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി 3 മാസം കൂടുമ്പോൾ അവരുടെ ചികിത്സ കഴിഞ്ഞ് പോകുന്നവരുടെ ഒരു കൂട്ടായ്മ വയ്ക്കാറുണ്ട്. ആ കൂട്ടായ്മയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ചികിത്സ കഴിഞ്ഞ് പോകുന്നവരിൽ തന്നെ വീണ്ടും വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടി, രോഗി കൂടി തീരുമാനിക്കണം അവൻ്റെ അസുഖം മാറണോ എന്നുള്ളത്. അത് ഇതിൽ മാത്രമല്ല, ഏത് അസുഖം വന്നാലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താലേ ഏത് അസുഖവും മാറും. അതുകൊണ്ട് ഈ കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കുറ്റവാളികളായിട്ടല്ല സർക്കാർ കാണുന്നത്, രോഗികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ രോഗിക്ക് ചികിത്സയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിനും ചികിത്സയ്ക്കുമായിട്ട് 14405 വിളിച്ച് പറയുക. ടോൾ ഫ്രീ ആണ്. നിങ്ങളെ കയ്യിൽ നിൽക്കാത്ത തരത്തിലുള്ള കുറ്റകൃത്യമാണ് ചെയ്യുന്നതെങ്കിൽ 94 471 78,000 എന്ന നമ്പറിൽ വിളിച്ച് പറയുക. നടപടികളുണ്ടാവും. അതാണ് പറയാനുള്ളത്. Thank you, sir. Now, let me officially welcome Thompson Joss, IPS, City Police Commissioner of Trivandrum. Welcome to the panel discussion. So, നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയിൻ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ, now they are the Gen Z youth, the 2000 delegates that we have here. അവർ ഈ കോളേജസിൽ നിന്ന് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത ഒരു ക്രീം ടീമാണ്. സോ വാട്ട് ദേ വോണ്ട് ടു നോ ഇസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻ ദി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. സോ ഫ്രം എ ലോ എൻഫോഴ്സ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ് സാറിന് അവരോട് പറയാനുള്ളത്? അവർക്ക് എങ്ങനെ ഈ ഒരു വാർ ഓൺ ഡ്രഗ്സിന് അവർക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് സാർ ഉദ്ദേശിക്കുന്നത്? ഓൾസോ ഇഫ് യു ക്യാൻ ഓൾസോ മെൻഷൻ അബൌട്ട് ദ യോദ്ധാവ് പ്രോഗ്രാം ദാറ്റ് യു ആർ സ്പിയർ ഹെഡിങ്, ദാറ്റ് വിൽ ബി ഗ്രേറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രി വൺ. നേരത്തെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പോയിന്റിനോട് ചേർത്തിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഡ്രഗ്സിൻ്റെ യൂസേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ അവയർനെസ് ആണ്. അതുപോലെ തന്നെ പബ്ലിക് പാർട്ടിസിപ്പേഷനാണ് ഈ ഡ്രഗ്സിൻ്റെ ഫൈറ്റിൽ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത്. അപ്പോൾ അത് എത്ര കണ്ട് നിങ്ങൾക്ക് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് ഇൻഫർമേഷൻ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എത്രയും നന്നായി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നു. നമുക്ക് യോദ്ധാവ് എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ഞാനിവിടെ യോദ്ധാവിൻ്റെ നമ്പർ ഷെയർ ചെയ്യാൻ പറയാം. അവിടെ നിങ്ങൾക്ക് വാട്സപ്പ് ചാറ്റിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫർമേഷനിലൂടെയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഡ്രഗ് സെയില്, ഡ്രഗ് യൂസ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. നമ്മളതിൻ്റെ അകത്ത് അതിൻ്റെ ഇൻഫർമേഷൻ
ടോൾ ഫ്രീ നമ്പറിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ സോഴ്സ് ഇൻഫോർമറിൻ്റെ കൺസീൽ ചെയ്തിട്ടായിരിക്കും. ആരും ഇൻഫോർമൻറ്റിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് ഷെയർ ചെയ്യുന്നത് കൺസേൺഡ് ജില്ലാ എസ് പിമാർക്കാണ്. എസ് പിമാർ നേരിട്ട് അത് ഇൻഫോർമേഷൻ്റെ വെരിഫിക്കേഷൻ നേരിട്ടാണ് നടത്തുന്നത്. അതിൻ്റെ റിപ്പോർട്ടും നമുക്ക് നേരിട്ട് എടുക്കുന്നതാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന, നിങ്ങൾക്ക് ചുറ്റും കാണുന്ന ഏതെങ്കിലും രീതിയിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ്, സബ്സ്റ്റൻസ് സെയിൽ, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി ക്രിയേറ്റഡ് ആണ് യോദ്ധാവ് എന്നുള്ളത്. അതിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈവൻ 112-ൽ നമ്മളുടെ എമർജൻസി നമ്പറിൽ വിളിച്ചാലും വി വിൽ ടേക്ക് ദ ഇൻഫർമേഷൻ ഓൺ റെക്കോർഡ്. അപ്പോൾ അതാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ ഏറ്റവും വലിയ കൺസേൺ, വൺ ഈസ് ദി ഇൻഫോമേഴ്സിൻ്റെ സേഫ്റ്റി. രണ്ട്, ഇഫ് ദേ ആർ ജെന്യുവൻലി കൺസേൺഡ് അബൌട്ട് ദെയർ ഫ്രണ്ട്, who is suffering from substance abuse, they don't want to put them in trouble. They want a safe way to report that ഈ പേഴ്സണിന് ഹെൽപ്പ് വേണം. അത് ഈ ഒരു പ്രോഗ്രാം എൻഷുർ ചെയ്യുന്നുണ്ടോ? ക്യാൻ യു ടെൽ ദം ദാറ്റ് it is okay for you to tell me that your friend is having a substance abuse issue, and we will make sure we'll take care of them. We will not put them in trouble. We will treat them as a patient, not as a criminal. Can you give that assurance to them? യോദ്ധാവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമ്മളൊരു ലോ എൻഫോഴ്സ്മെൻറ്റ് പേഴ്സ്പെക്റ്റീവിലാണ് നോക്കുന്നത്. അതല്ലാതെ നിങ്ങൾ അതിൻ്റെ അകത്തുള്ള ഇൻഫർമേഷൻ അല്ലാതെയാണ് ഷെയർ ചെയ്യുന്നത്. യു ഡോണ്ട് വാണ്ട് ഹിം ടു ബി കോട്ട് എന്ന് പറയുമ്പോൾ വി ക്യാൻ ടേക്ക് ദാറ്റ് ഇൻഫർമേഷൻ ടു ദ നെക്സ്റ്റ് ലെവൽ. അത് വേറൊരു രീതിയിൽ അതിനെ നമ്മൾ റീഹാബിലിറ്റേഷൻ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന രീതിയിൽ വി വിൽ ട്രൈ ടു ഹെൽപ്പ് ദം ഔട്ട്. പക്ഷേ ബേസിക്കലി യോദ്ധാവിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലോ എൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതലും ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് പരിശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ട്രൈ ടു ഡു അതർവൈസ്. നിങ്ങളത് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ വിൽ ട്രൈ ടു ഡു ദാറ്റ്. So why I am asking this is, even in companies, rarely we come across substance abuse cases. And one thing that we see is, ഇതൊരു ലാസ്റ്റ് സ്റ്റേജ് വരെ പോകുന്നവരെയും ആരും ഇത് പുറത്തു പറയത്തില്ല. ഈവൻ ദർ കൊളീഗ്സ് മൈറ്റ് ബി നോയിങ്, പക്ഷേ ദേ വിൽ നോട്ട് ടെൽ എനിബഡി ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു പുട്ട് ദം ഇൻ ട്രബിൾ. ഇതൊരു വലിയ ഇഷ്യൂ ആണ്. സോ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് എന്നോട് പലരും ഇന്ന് ഈ ഒരു പാനൽ ഡിസ്കഷൻ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചു. സോ വാട്ട് ക്യാൻ വി സജസ്റ്റ് ഫോർ ദം? അല്ല, ഇതിൽ നമ്മളൊരു റീഹാബിലിറ്റേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മിനിമലായിട്ട് ഇൻ്റർവ്യൂൻ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. നമ്മളിപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് മെല്ലെ കടന്നു വരുന്ന ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കുന്ന ലോ എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് മാത്രം നടക്കുന്നില്ല എന്നുള്ളതാണ്. പലതും റിപ്പീറ്റഡ് ഒഫൻസസ് ഉണ്ടാകുന്നു. അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫർദർ പ്രിവെൻഷൻ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളതൊരു റീഹാബിലിറ്റേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നമ്മളിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷൻ ലെവലിലും ഒരു 10 പേരെ വെച്ച് ടാർഗറ്റ് ചെയ്ത് ഒരു റീഹാബിലിറ്റേഷൻ ഡ്രൈവിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ പോലീസിങ്ങിൻ്റെ ഇനീഷ്യേറ്റീവിനേക്കാളും കൂടുതൽ സൊസൈറ്റി, ഫാമിലി ഇനീഷ്യേറ്റീവ്സ് ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും അധികം വർക്ക് ചെയ്യുക എന്നുള്ളതൊരു സംശയമില്ല. പിയർ ഗ്രൂപ്പായിരിക്കും അതിലേറ്റവും അധികം ഹെൽപ്ഫുൾ ആയിരിക്കുക. ഒരാളുടെ സബ്സ്റ്റൻസ് അബ്യൂസിൽ നിന്ന് അയാളെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അയാൾക്ക് കൊടുക്കേണ്ട പിയർ സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും ആയിരിക്കും വിൽ ബി ദ മോസ്റ്റ് ക്രൂഷ്യൽ എലമെൻറ്റ്സ്. പോലീസിൻ്റെ അത് കൂടുതലും കുറച്ചും കൂടി ഒരുപക്ഷെ കുറച്ച് മെക്കാനിക്കലായിരിക്കാം, തറവായിരിക്കില്ല, കണ്ടിന്യൂസ് ആയിരിക്കില്ല, ഫുള്ളി പ്രൊഫഷണൽ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ദ പിയർ സപ്പോർട്ട്, അതുപോലെ തന്നെ ഫാമിലി സപ്പോർട്ടായിരിക്കും ഏറ്റവും അധികം. അപ്പം അതിൻ്റെ ഒരു സ്റ്റിഗ്മ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ദേ ഷുഡ്, നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റിഗ്മ അതിൽ ഞാൻ അതിൻ്റെ അകത്ത് ഒരു എന്താ പറയുക പെട്ടുപോയി, അല്ലെങ്കിൽ ഞാനതിൻ്റെ ഒരു വിക്ടിമാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു കറേജ് കൊടുക്കുക എന്നുള്ളതാണ്. അതിനോട് പ്രതികരിക്കാനുള്ള ഒരു കറേജ് ആ വ്യക്തിക്ക് കൊടുക്കുക and support him in his efforts to come out of it. അതാണ് ഏറ്റവും അധികം നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നത്. Certainly we can also help in rehabilitation and other whatever efforts to come out of the menace. Thank you. So Shabri, coming back to you, നമ്മൾ കുറച്ചുകൂടി ഒരു സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റിലേക്ക് പോകേണ്ട സമയം ആയില്ലേ ഫ്രം എ പോളിസി പോയിന്റ് ഓഫ് വ്യൂ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ GTech ഇപ്പോൾ ഒരു പുതിയ ഒരു ഇനീഷ്യേറ്റീവായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇൻ അവർ ഹയറിംഗ് പ്രോസസ്. So we are going to make it mandatory
for the newly recruit to give a consent form to undergo a drug test, whenever there is such a situation. And if they are found to be using an illegal substance, then they stand the chance of losing their job. So we have requested companies to discuss about this, to get their opinion and to sign up for something like this. So this, നമ്മുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഡിറ്ററൻ്റ് ഉള്ളപ്പോൾ ഇത് കാഷ്വലായിട്ട് ഇതിനെ എടുക്കുന്നത് കുറേയൊക്കെ നിൽക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഡു യു തിങ്ക് ഗവൺമെൻറ് ക്യാൻ ഓൾസോ ടേക്ക് അപ്പ് സച്ച് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് അറ്റ്ലീസ്റ്റ് ട്രൈ ഔട്ട് ഇൻ സം ഓഫ് ദി വെരി ക്രിട്ടിക്കൽ government departments, so that there is a message which goes to the public saying that there is a serious consequence apart from the health risks for doing something like this? നിങ്ങൾ പറഞ്ഞ ആശയം, ഭയം ആണ് ഏറ്റവും വലിയൊരു ഡിറ്ററൻറ്റ്. ഇപ്പോൾ നമ്മൾ ക്യാമ്പസിൻ്റെ പേര് പോകുമ്പോൾ 2 സപ്ലി കൂടുതലുണ്ടെങ്കിൽ ഇരിക്കത്തില്ല എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാനിപ്പം നേരത്തെ നമ്മുടെ എക്സൈസിലെ പ്രതിനിധിയും അതിനുശേഷം ബഹുമാനപ്പെട്ട CP സംസാരിച്ചപ്പോഴും ഒരു ചെറിയ പോയിന്റ് ഓഫ് കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പം നിയമത്തിൽ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ഉണ്ട്, റിഫോർമേറ്റീവ് ജസ്റ്റിസ് ഉണ്ട്. എക്സൈസ് കമ്മീഷണർ സംസാരിച്ചത് ഒരു റിഫോർമേറ്റീവ്, പിന്നെ നമ്മുടെ നീതിപീഠങ്ങളുടെ മാറി റിഫോർമേറ്റീവ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ റിഫോർമേഷൻ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ഒരു ചെറിയ ഡ്രഗ് അബ്യൂസ് ചെയ്ത് പിന്നെ നിങ്ങൾ പ്രശ്നമില്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് തന്നെ ഇല്ലാതാവുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ഒരു നീഡ്, നമ്മൾ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സഭയിൽ നടക്കുന്ന ചർച്ചകൾ, പൊതുസമൂഹത്തിലെ ചർച്ചകൾ, ഒരല്പം കൂടി ഇതിനകത്ത് എൻഫോഴ്സ്മെൻറ്റ് വരണം എന്നുള്ള ഒരു എലമെൻറ്റിലാണ് ബഹുമാനപ്പെട്ട CP അടക്കം പറഞ്ഞത്. എൻഫോഴ്സ്മെൻറ്റിൽ എനിക്കുള്ള ഒരു പ്രശ്നം, ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കാണ്. നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതും പറയുന്നതും പിടിക്കുന്നതും ഒക്കെ എൻഡ് യൂസേഴ്സിനെയാണ്. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ അടുത്തുള്ള കടയിൽ ഒരു കാഡ്ബറീസ് മുട്ടായി വരണമെങ്കിൽ അതൊരു ഫാക്ടറിയിൽ ഉണ്ടാക്കി അത് ഇൻവെസ്റ്റ് ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് സാധനം നാട്ടിൽ വന്ന് ഡിസ്ട്രിബ്യൂട്ടർ വന്ന് സ്റ്റോക്കിസ്റ്റ് വന്ന് റീറ്റെയിലർ വന്നാണ് ലാസ്റ്റ് കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് വളരെ ഈക്വലൻ്റ് ആയിട്ടുള്ള അതേ ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റമാണ് ഈ ഡ്രഗ്സ് സിസ്റ്റം എന്നുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് ലാസ്റ്റ് മൈലിലുള്ള കൺസ്യൂമറിന് മുമ്പ് എത്തിക്കുന്ന കടക്കാരനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്കൂളിനടുത്തുള്ള കടക്കാരന് അത് കൊടുക്കുന്ന നാട്ടുപുറത്തെ ആളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ കടക്കാരന് കൊടുക്കുന്ന ജില്ലയിലെ ആളെക്കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും പിടിക്കുന്നത് നമ്മൾ തന്നെ ഇപ്പോൾ പത്രത്തിൽ നല്ല കാര്യം പോലീസ് ചെയ്യുന്നു, ഇഷ്ടംപോലെ ആൾക്കാർ പിടിക്കുന്നുണ്ട്, എക്സൈസ് പിടിക്കുന്നു, പോലീസ് പിടിക്കുന്നുണ്ട്. നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഇപ്പോൾ കളമശ്ശേരി കോളേജിൽ നമ്മൾ 30 കിലോ പിടിച്ചു, അല്ലെങ്കിൽ 10 പിള്ളേരെ അറസ്റ്റ് ചെയ്തു. അത് ഒരു ഡിറ്റൂറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ ശരിക്കും നമ്മൾ ഈ ഹിന്ദിയിൽ നസ്പ ഘടന എന്ന് വെച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിതരണ ശൃംഖലയിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിൻ്റെ മുകളിലുള്ള ഇത് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ. ഇപ്പം എല്ലാവരും ബ്രേക്കിംഗ് ബാഡിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ ഒരു സിൻഡിക്കേറ്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അത് വി ഷുഡ് ആസ്ക് ദി ലോ എൻഫോഴ്സ്മെന്റ്. സർ, എന്താണ് സാറിന് പറയാനുള്ളത്? നമുക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ സോഴ്സ് പിടിക്കാൻ പറ്റാത്തത്? ബഹുമാനപ്പെട്ട MLA പറഞ്ഞ ഒരു കാര്യം വളരെ റിലവൻ്റ് ആണ്. പക്ഷെ അതിൽ ചില കാര്യങ്ങളിലൊരു ഡിഫറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ ഡ്രഗ് നെറ്റ്വർക്ക് ഒരു വളരെ നമ്മൾ ഒരു ചിന്തിക്കുമ്പോൾ ഒരു ടോട്ടലി ഓർഗനൈസ്ഡ് ആയിട്ട് ഓരോ ലെയറിൽ ഓരോരുത്തർ എന്നുള്ളൊരു രീതിയിൽ ഉള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക്, വളരെ ഒരു പാത്ത് ഫോളോ ചെയ്യുന്നൊരു നെറ്റ്വർക്കാണെന്ന് ഉള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഓഫ് കോഴ്സ് നമുക്ക് സപ്ലൈ സൈഡിൽ ദർ ആർ സോഴ്സസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്ലേസസ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന വലിയൊരു ക്വാണ്ടിറ്റി ഗഞ്ചയും മറ്റു സാധനങ്ങളൊക്കെ പുറത്തുനിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ MDMA വരുന്നതൊക്കെ ഓരോരോ ഹബ്ബുകളിൽ നിന്നാണ്, ഓരോരോ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പം ആ സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രൊഡക്ഷൻ, അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ സാധനത്തിന് അതിന് വ്യക്തികളുണ്ട് എന്നുള്ളതും അതിനൊരു പ്രോപ്പറായിട്ടുള്ള കുറേ ആൾക്കാർ അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളതും വളരെ ക്ലിയറാണ്. അപ്പോൾ അത് നമ്മുടെ കൺട്രോളിൽ പലപ്പോഴും ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, സ്റ്റേറ്റ് പോലീസിൻ്റെ ഒരു ലിമിറ്റേഷൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ
ഫുൾ നെറ്റ്വർക്കിലേക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ നമുക്കതിന് ഔട്ട്സൈഡ് സ്റ്റേറ്റ് ജൂറിസ്ഡിക്ഷനിലൊക്കെ പോയി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല ഔട്ട്സൈഡ് ഡിഫറെൻറ്റ് ഏജൻസീസിൻ്റെ കോർഡിനേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞങ്ങളൊക്കെ ട്രെയിനിങ്ങിൽ ഞങ്ങളൊക്കെ ASP-മാരായിട്ട് വരുമ്പോൾ കേരളത്തിൽ ഒരു കിലോ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളതൊരു വലിയൊരു അച്ചീവ്മെൻ്റായി കാണിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ അത് നമ്മൾ എൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മറ്റെൻ്റെ സുഹൃത്തുക്കളോടോ വേറെ സംസ്ഥാനത്തുള്ള സുഹൃത്തുക്കളോടോ ഷെയർ ചെയ്യുമ്പോൾ അവരതിൻ്റെ ഒരു ട്രക്ക് കഞ്ചാവിൻ്റെ മുകളിൽ നിന്നിട്ടായിരിക്കും അവരൊരു ഫോട്ടോ എടുത്തിട്ട് കാണിക്കുക. അപ്പോൾ 1 കിലോ കഞ്ചാവും അവനൊരു ട്രക്ക് കഞ്ചാവും പിടിക്കുന്നതിൻ്റെ വ്യത്യാസം ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് അവൈലബിലിറ്റി ഈസ് ഡിഫറെൻ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. അപ്പം അത് ഒരു വിഷയം, അതൊരു അവൈലബിലിറ്റി ആവുമ്പോൾ പിന്നെ അതിൽ നിന്നുള്ള ചാനലുകൾ എന്ന് പറയുന്നത് പല പല ചാനലുകളിലായിട്ട് പല പല ആളുകൾ അത് സോഴ്സ് ചെയ്ത് കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഡ്രഗ് പെഡലിംഗ് വഴി അതൊരു ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് അല്ല മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് കാണുന്ന നല്ലൊരു ശതമാനം ചെറുപ്പക്കാരുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അവർ കൃത്യമായിട്ട് ബാംഗ്ലൂർ പോയാൽ ഇന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ആളുകളിൽ നിന്ന് കോണ്ടാക്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോണ്ടാക്ട്സ് നിന്ന് ആ സോഴ്സ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു, MDMA കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഒറീസയിൽ പോയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോയാൽ എനിക്ക് അവിടെ നിന്ന് സാധനം കൊണ്ടുവരാൻ കഴിയുന്നു. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സംഗതിയല്ല. ഒരു 1, 2, 3 കോണ്ടാക്റ്റുകൾ അവർക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നു. ആ ഷെയർ ചെയ്യുന്ന കോണ്ടാക്ട് വിളിച്ച് സംസാരിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം അത് നമുക്കൊരു എന്താ പറയുക, ഒരു ഫുള്ളി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമുക്കതിനെ കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വ്യക്തി മാറുമ്പോൾ വേറൊരു വ്യക്തി അവിടെ വന്നിട്ടുണ്ടാകും. ഒരു പെഡലർ മാറുമ്പോൾ വേറൊരു പെഡലർ ആ ഒരു ജോബ് പ്രൊഫഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോലി എടുക്കാൻ വന്നിട്ടുണ്ടാകും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ MDMA എന്ന് പറയുന്ന അതോ അല്ലെങ്കിൽ മറ്റ് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. പോലീസ് അല്ലെങ്കിൽ എക്സൈസ് ഇതിൻ്റെ എൻഫോഴ്സ്മെൻറ്റിന് എടുക്കുന്ന എഫേർട്സിനെ കുറിച്ചിട്ട്, ഒരു കേസ് പിടിക്കാൻ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് ഒരുപക്ഷെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരും നമുക്ക് ഇന്ന വാഹനത്തിൽ ഇവിടെ സൂക്ഷിച്ച് MDMA കൊണ്ടുവരുന്നു എന്നൊരു ഇൻഫർമേഷനും നമുക്ക് ലഭിക്കാറില്ല. നമ്മൾ വളരെ ബുദ്ധിമുട്ടി പലരെയും ട്രാക്ക് ചെയ്ത് പല സംശയങ്ങളുടെയും വെളിച്ചത്തിൽ പല പല പോയിന്റുകളിൽ ആൾക്കാരെ നിർത്തി എന്താ പറയുക, പലപ്പോഴും ഒരു സൈമിൾട്ടേനിയസ് ആയിട്ട് ആ ടാർഗറ്റ് വെഹിക്കിൾസ്, സസ്പെക്ട് വെഹിക്കിൾസിനെയൊക്കെ സെർച്ച് ചെയ്ത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളത് പൊസഷനിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഇപ്പോൾ ഡ്രഗ് പെഡ്ലേഴ്സിന് തന്നെ നിരവധി വഴികളുണ്ട്. അവരിപ്പോൾ ഒരു ഫാമിലീനെ കൊണ്ടായിരിക്കും പോകുന്നുണ്ടാവുക, ഭാര്യയും ഭർത്താവും എന്നുള്ള രീതിയിൽ ആയിരിക്കും അവർ പോകുന്നുണ്ടാവുക. ഒരു ഒറീസയിലേക്കായാലും ബാംഗ്ലൂരിൽ നിന്നായാലും, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ പൊസഷനിലായിരിക്കും. അത് ഈസി അല്ല നമുക്ക് അതിൻ്റെ ഒരു ഡിറ്റക്ഷൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ, ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ. അപ്പോൾ അത് ഒരു വശമാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഗനൈസ്ഡ് നെറ്റ്വർക്കിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം, ഇതിൻ്റെ ലീഗൽ സൈഡ് ഈക്വലി ഒരു വ്യത്യാസമായിട്ടുള്ളൊരു ലീഗൽ സൈഡാണ്. കാരണം NDPS ആക്ട് നിങ്ങൾക്ക് അറിയുന്നോ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ NDPS ആക്ടിൽ ഒരു സ്ക്രിപ്റ്റ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് NDPS സാധനം പിടിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത്. ഈ രീതിയിലായിരിക്കണം തിരക്കഥ. കഥ എന്തായാലും ഫീൽഡിൽ എന്ത് നടന്നാലും തിരക്കഥ അല്ലെങ്കിൽ എഴുതുന്ന സ്റ്റോറി മഹസർ ഇങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ്റെ ഇതുണ്ടല്ലേ, ഏതാ എവിടെ നിന്ന് എന്നുള്ളൊരു സാധനം കൂടെ ഉണ്ട്. അതല്ല, അതിൽ ഒരുപാട് ലീഗൽ പ്രൊവിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് ഇൻഫർമേഷൻ കിട്ടി, അത് രേഖപ്പെടുത്തി അതിൻ്റെ മേലുദ്യോഗസ്ഥന് അറിയിച്ച് അതിനുശേഷം പോയി അയാളെ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ കയ്യിൽ സാധനം പൊസഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങളെ ഞങ്ങൾ പരിശോധിക്കട്ടെ, നിങ്ങൾക്കൊരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം വേണമോ എന്നൊക്കെ ചോദിച്ച് അയാളെ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ വരുന്നവരെ കാത്തുനിന്ന് അതിനുശേഷം ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിലാണ് അയാളെ സെർച്ച് ചെയ്ത് ഈ സാധനം പൊസഷനിൽ എടുക്കേണ്ടതെന്നൊക്കെയാണ് NDPS ആക്ടിൽ പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പിടിക്കുന്നത് ഇങ്ങനെ ആകണമെന്നില്ല പലപ്പോഴും. അങ്ങനെ ഒരു ഐഡിയൽ കേസ് സിനാരിയോ നമുക്ക് പലപ്പോഴും കിട്ടില്ല. അപ്പോൾ അത് ലീഗൽ സൈഡിലുള്ള ബോൾ ഇസ് നൗ ബാക്ക് ഇൻ ദ പോളിസി മേക്കേഴ്സ് കോർട്ട്. സോ ഇങ്ങനെ ഒരു ലോ പോളിസി മേക്കേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ NDPS പോലോട് ഒത്തിരി അത് പഴയ OPM ആക്ട് അത് കഴിഞ്ഞ് വന്ന് ഇതിൻ്റെ ഇറ്റ്സ് എ ലോങ് സ്റ്റോറി, ഡിബേറ്റബിൾ സ്റ്റോറിയാണ്.
സെൻട്രൽ ആക്ട് ആണോ സ്റ്റേറ്റ് വരണോ എന്നുള്ള ചർച്ചകൾ പലതും വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അത് പറഞ്ഞതിൻ്റെ ഒരു മെറ്റീരിയൽ ഫാക്ട്സ് ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ. പല കേസുകളും രക്ഷപ്പെട്ടു പോകുന്നതും ഈ നിയമത്തിൻ്റെ, ഇവരുടെ ബുദ്ധിമുട്ട് കൊണ്ടല്ല, നിയമത്തിൻ്റെ ചില ഫ്രെയിംവർക്കുകൾ കാരണം വിട്ടുപോകുന്ന ഒത്തിരി കേസുകളുണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. സോ എനിക്ക് മനസ്സിലായത്, ഹൗ വി ക്യാൻ ഹെൽപ്പ് ഇസ് ലെറ്റ് us യൂസ് ദി യോദ്ധാവ് പ്ലാറ്റ്ഫോം ടു ഗിവ് more and more tips. I think that will really help the law enforcement to bust the sources. So coming back to you, Manju. So as I understand, the Fourth Way Foundation ചെയ്യുന്നതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഇനിഷ്യേറ്റീവ് ഇസ് ദി ഓൾട്ടർനേറ്റ് പെർസ്യൂട്ട്സ് പ്രോഗ്രാം. സോ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു പെർസ്യൂട്ട് ഉണ്ടെങ്കിൽ, ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് ആൾക്കാർ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ ക്യാൻ യു ടോക്ക് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ്? നമ്മൾ എന്തിനാണ് ഡ്രഗ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ലഹരി പദാർത്ഥ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു ഹൈ ലഭിക്കാനാണ്. പഴയ കാലത്ത്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അതിന് വിവിധ മാർഗങ്ങൾ സ്വീകരിക്കപ്പെട്ടതിന് കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ടെക്നോളജി ഒന്നും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. ഞങ്ങളുടെ കയ്യിലൊരു ഫോൺ കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കളിസ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു. അത് ഞങ്ങൾക്കൊരു ലഹരിയായിട്ട് മാറി, വായന ലഹരിയായിട്ട് മാറി. അതൊക്കെ ആയിരിക്കണം. പക്ഷേ ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലെക്ഷർ ടൈമൊക്കെ കൂടുതൽ ഇങ്ങനെയുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്ക് പോയത് കൊണ്ട് തന്നെ ശരിയായിട്ടുള്ള ഒരു ഹൈ എവിടെ കിട്ടും എന്ന് അറിയാതെയും കൂടെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഹൈ എന്ന് പറയുമ്പോൾ ഇത് മാത്രം ചിന്ത വരുന്ന ഒരു രീതിയായി. പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് ഫോർത്ത് വേ ഫൗണ്ടേഷൻ പ്രൊജക്റ്റ് വേണ്ട രൂപീകരിച്ച ഒരു പ്രോഗ്രാമാണ് ഓൾട്ടർനേറ്റീവ് പെർസ്യൂട്ട്സ്. അതൊരു മോഡൽ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏത് മേഖലയിലാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, നമ്മൾ എവിടെയാണോ സന്തോഷം ലഭിക്കുന്നത്, അവിടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, അത് മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കും എല്ലാം ഒരുപോലെയാണ്. എൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ഓൾട്ടർനേറ്റീവ് ഹൈ എന്ന് പറയുന്നത് സോഷ്യൽ സർവീസാണ്. ഓരോ ദിവസവും ഓരോ കമ്മ്യൂണിറ്റിയിൽ നിന്നും മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയും ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്നും രാത്രി കിടക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷവും സമാധാനവും ഉണ്ട്. അതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒത്തിരി സോഷ്യൽ വർക്കേഴ്സ് ഉയർന്നു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് പെർസ്യൂട്ടായിട്ട് ഞങ്ങൾ മോഡലായിട്ട് സെറ്റ് ചെയ്തത് ഫുട്ബോളാണ്. വേണ്ട കപ്പ് എന്നുള്ള പേരിൽ നമ്മളൊരു ഫുട്ബോൾ മാച്ച് നടത്തുന്നുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ പ്രത്യേകതയുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും സാമ്പത്തിക നിലവാരം കുറഞ്ഞ, അവസരങ്ങൾ ലഭിക്കാത്ത, എന്നാൽ ഹൈ റിസ്കിൽ ജീവിക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുത്ത് അവരുടെ സ്കൂളുകളിൽ ചെന്ന് അവരെ കളിക്കുന്നവരിങ്ങനെ ഫുട്ബോൾ പ്രൊഫഷണൽസ് അങ്ങനെ ഒന്നും നോക്കില്ല, താല്പര്യമുള്ളവരെ കണ്ടെത്തി അവരുടെ കഴിവുകളെ വളർത്തി ട്രെയിനിങ് കൊടുത്ത്. എന്തിനാണ് ട്രെയിനിങ് കൊടുക്കുന്നതെന്നുള്ളതും പ്രത്യേകതയാണ്. നമ്മൾ വെറും കളിക്കാരാക്കാൻ വേണ്ടി മാത്രമല്ല, അവരെ ഫെയർ പ്ലേ, ജീവിതത്തിലും കളിയിലും ഫെയർ പ്ലേ നോക്കുന്നവരായിട്ട്, അത് പാലിക്കുന്നവരായിട്ട്, ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് അവരെ എത്തിക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്ത് അവർക്ക് ആവശ്യമായ സ്പോർട്സ് ഉപകരണങ്ങൾ, ഒരു ബൂട്ടൊക്കെ സ്വപ്നം കാലം കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് എല്ലാ ഉൾപ്പെടുന്ന സ്പോർട്സ് കിറ്റ് കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് അതിന് അവർക്ക് കളിക്കാൻ മാച്ചും ഒരുക്കി കൊടുത്ത് കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. 2 സ്റ്റോറീസ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മെൻഷൻ ചെയ്യാണ് ചെറുതായിട്ട്. ഒന്നൊരു മെയ്ജോയുടെ കഥ. ഒരു തീരദേശ പ്രദേശത്തെ സാധാരണക്കാരായ മാതാപിതാക്കൾക്ക്, അവനും ജോലിക്കൊക്കെ പോയി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ പാവപ്പെട്ട കുടുംബത്തിലെ പയ്യൻ പ്രൊജക്റ്റ് വേണ്ട ആ പ്രദേശത്ത് നടത്തിയ ഒരു ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ട് ഈ ഫുട്ബോൾ പരിശീലനം നടത്തിയപ്പോൾ അവിടെ അവൻ്റെ കഴിവ് കണ്ടെത്തുകയും അവനെ വളർത്തിക്കൊണ്ടുവരികയും പിന്നീട് നമ്മുടെ രാജ്യത്തെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഹോംലെസ് വേൾഡ് ഫുട്ബോൾ കപ്പിൽ കാർഡിഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അവന് ഫെയർ പ്ലേ അവാർഡ് സ്വന്തമാക്കുകയും തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഡൽഹിയിൽ വെച്ച് അവന് കസ്റ്റംസിൽ കിട്ടിയ വലിയ സ്വീകരണത്തെക്കുറിച്ച്, അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാത്ത അനുഭവമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും ഞങ്ങളോടൊപ്പം എൻ്റെ കൊളീഗായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്ത് ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ പ്രചോദനമായിട്ട് മാറുന്നുണ്ട്. മറ്റൊരു പെൺകുട്ടി ഷിൽജി,
അവൾക്കൊരു ബൂട്ടോ ഒരു കളിയോ ഒരു മാച്ചോ ഒന്ന് സ്വപ്നം കാണാൻ പോലും പറ്റത്തില്ല. ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കാൻ. പ്രൊജക്റ്റ് വേണ്ട, ഒരുക്കി കൊടുത്ത അവസരത്തിലൂടെ പഠിച്ച് നാഷണൽ ലെവലിൽ വരെ കളിച്ചു. അവൾ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ അതുപോലെ കുട്ടികൾക്ക്, നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിങ്ങൾക്കും അങ്ങനെ ഓൾട്ടർനേറ്റീവ് പെർസ്യൂട്ട് തിരഞ്ഞെടുക്കാം. അതിന് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ സഹപാഠികളെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം. നിങ്ങളുടെ വളർന്നു വരുന്ന കുഞ്ഞനുജന്മാർക്കും കുഞ്ഞനുജത്തിമാർക്കും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നവരും സപ്പോർട്ട് കൊടുക്കുന്നവരുമായിട്ട് നിങ്ങൾക്ക് മാറാനും സാധിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Excellent. So, sir, we are reaching the last 5 minutes. So, closing statement ആയിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? So, basically what they are interested to know is what they can do, how they can help. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും. സോ അതിലേക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് സാറിന് പറയാനുള്ളത്? ഇത് നമ്മുടെ ഈ ജീവിതത്തിൽ മെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു റോള് ഇപ്പോഴത്തെ തലമുറയിലില്ല. നമ്മളെല്ലാവരും നമുക്ക് തൊട്ട് താഴെയുള്ളവരുടെ മെൻറ്റേഴ്സ് ആവാൻ ശ്രമിക്കുക. ഇപ്പം ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തായാലും പിന്നീട് ഇങ്ങോട്ട് വളരുമ്പോഴുമൊക്കെ മുതിർന്നവർ നമ്മളെ നിരീക്ഷിക്കും. നമുക്ക് ഉള്ള കുറ്റങ്ങളും മറ്റു കാര്യങ്ങളും എന്തെങ്കിലും നമ്മുടെ മനസ്സ് ഇതായിട്ട് മുഖം നോക്കി നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്ന രീതിയിലുള്ള ശ്രദ്ധ മുതിർന്നവർക്ക് നമ്മളിലുണ്ടായിരുന്നു. അതേ കണക്ക് വരുന്ന നിങ്ങളുടെ കുഞ്ഞനിയന്മാർക്കും കുഞ്ഞനിയത്തിമാരുടെ മെൻറ്റേഴ്സ് നിങ്ങളാവുക. അതേപോലെ തന്നെ നിങ്ങളുടെ മുതിർന്നവരെ നിങ്ങളുടെ മെൻറ്റേഴ്സ് ആവാനുള്ള അവസരം കൊടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് 6 മണിക്കാണ് സ്ഥിരം വീട്ടിൽ വരുന്നത്. ഒരു ദിവസം 6:30 ആയി. എന്തുകൊണ്ട് 6:30 ആയി എന്ന് ചോദിക്കാനുള്ള അവകാശം നിങ്ങളുടെ മുതിർന്നവർക്ക്, മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ കരുതുന്നവർക്ക് കൊടുക്കുക. അങ്ങനെ അവർ ചോദിക്കുമ്പോൾ അത് പറയാനുള്ള ബാധ്യതയും കടമയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാം. അന്നേരം ഈ പറയുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല. കാരണം ഇന്ന് ലേറ്റായി ചെന്നാൽ അമ്മാവൻ അല്ലെങ്കിൽ ചേട്ടൻ എന്താടാ ലേറ്റായതെന്ന് ചോദിക്കും. അപ്പോൾ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന തരത്തിൽ, കാരണം ലേറ്റാവുന്ന എന്തിനാണ്? ഈ പറയുന്ന തരത്തിലുള്ള അനാവശ്യ കൂട്ടായ്മകളിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ ലേറ്റാവുന്നത്. അപ്പോൾ ആ കൂട്ടായ്മയിലേക്ക് പോകാനുള്ള ചിന്ത, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ കുറയും. നമ്മൾ ജോലി അല്ലെങ്കിൽ പഠിക്കുന്നതാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ താമസ സ്ഥലം, അതല്ല നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ജോലി സ്ഥലം നമ്മുടെ താമസ സ്ഥലം, ഇതിനിടയ്ക്കുള്ള ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിലാണ് പലർക്കും അറിയാതെ അപകടങ്ങൾ പറ്റുന്നത്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് അതൊരു സാമൂഹ്യ വിപത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നവരല്ലെങ്കിൽ പോലും നമ്മൾക്ക് ഇതിനകത്ത് ഇതുകൊണ്ട് അപകടങ്ങളുണ്ടാവാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുന്നു, പെട്ടെന്ന് ട്രെയിൻ കിട്ടണം, പെട്ടെന്ന് പോകണം. നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഒരു ബൈക്കിൽ വന്നു, നിങ്ങൾ കൈ കാണിക്കുന്നു, കയറുന്നു, പോകുന്നു. വഴിക്ക് വെച്ച് പോലീസ് പരിശോധന നടക്കുന്നു. ബൈക്ക് ഓടിച്ചിരുന്നവൻ ഓടിപ്പോയി. ആ ബൈക്കിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടി. ഓടിപ്പോയവൻ ആരാണെന്ന് നിങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള എക്സൈസ് ആയാലും പോലീസ് ആയാലും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ആ ബൈക്കിൻ്റെ ഉടയൻ ആരാണെന്ന് അറിയാൻ പറ്റും, കണ്ടുപിടിക്കും. തിരിച്ച് നിങ്ങളാണ് ബൈക്കിൽ പോകുന്നത്. ഒരാൾ, പരിചയമില്ലാത്ത ഒരാൾ നമ്മൾ മനുഷ്യർ നോക്കി കയറ്റുന്നു. പക്ഷെ അയാൾക്കറിയാം അയാളെ കയ്യിൽ സാധനം ഉണ്ടെന്ന്. വഴിയിൽ പരിശോധന നടത്തുമ്പോൾ നമ്മൾ എല്ലാ ബുക്കും പേപ്പറും എല്ലാം കറക്റ്റാണ്. നമ്മൾ വണ്ടി നിർത്തി കൊടുക്കും, പുറകെ ഇരിക്കുന്നവൻ ഇറങ്ങി ഓടും. അപ്പോൾ ഓടുന്ന സൗകര്യത്തിന് വേണ്ടി അവൻ്റെ കയ്യിലിരിക്കുന്ന പൊതി അവിടെ വെച്ചിട്ട് പോവും. അത് ചിലപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള മയക്കുമരുന്നുകളായിരിക്കും. ഓടിപ്പോയവൻ ആരാണ് നമുക്കറിയത്തില്ല. ഞങ്ങളെപ്പോലുള്ള ഏജൻസികൾ പിന്നെന്തോ ചെയ്യും? സാധനം കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഒരു സാമൂഹ്യ വിപത്താണ്. നിങ്ങളുടെ കുഞ്ഞനുജന്മാരുടെ മെൻറ്റർമാരാവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ മുതിർന്നവരെ നിങ്ങളുടെ മെൻറ്റർമാരാവാനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ നമ്മുടെ
ഇപ്പോൾ ഈ ജീവിച്ച് വരുന്ന പ്രവർത്തന രീതിയിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവായി കിട്ടും. അതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. Thank you, sir. Shabri, quickly, closing comments from your side. How can they help? ഐ തിങ്ക് നമ്മളെക്കാളും ബുദ്ധിയുള്ള ആൾക്കാരാണ്, IQ ഉള്ള ആൾക്കാരാണ്, EQ ഉള്ള ആളുകളാണ്. ഇത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സാറ് പറഞ്ഞതിനേക്കാളും ഇപ്പം ചേർത്ത് പറയുകയാണ്. ഇപ്പം ഞാനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ സിവിൽ സൊസൈറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം നിങ്ങൾക്കാണുള്ളത്. കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞൊരു പിയർ നെറ്റ്വർക്കിൽ നിങ്ങൾ അവരെ ഈ ഒരു വഴിയിൽ കൊണ്ടുപോകാതെ മാഡം പറഞ്ഞൊരു ഓൾട്ടർനേറ്റ് ഹൈകൾ തേടി പോവുക. ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാലത്തും ആളുകൾക്ക് ഹൈ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ ഡ്രഗ്സ് കൊണ്ട് മാത്രമല്ല, മറ്റ് ക്രിയേറ്റീവായിട്ടുള്ള പേഴ്സ്യൂട്ട്സിലേക്ക് പോയി നിങ്ങളുടെ സഹപ്രവർത്തകരെ സഹായിക്കുക, രക്ഷിക്കുക എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് വെക്കാവുന്നത്. താങ്ക് യു. Excellent. Manju. ഒറ്റ ഒരു വാചകമേ പറയാനുള്ളൂ. നമ്മളുടെ ഈ സമൂഹം ഏറ്റവും അധികം ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമായ ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രിവെൻഷൻ ഇൻഫ്ലുവൻസേഴ്സ് ആവാൻ നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് ഒരുങ്ങുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. Great. Sir, I wanted to get the final, closing. ഞാൻ ലാസ്റ്റായിട്ട് സാറിൻ്റെ അടുത്തേക്ക് വന്നതിനൊരു കാരണമുണ്ട്. സോ നമ്മൾ ലൂസിഫറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. വേറെ മോഹൻലാൽ വാസ് സേയിങ് നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. സോ അതുപോലെ എമ്പുരാനിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസേഴ്സിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. ശരിക്കും ഈ കബൂകക്കാട്ടിലും ഗോഡ് ആക്സിസ് കാട്ടിലും ഒക്കെയാണോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? അതുകൊണ്ടാണോ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്? ഇഫ് യു ക്യാൻ ആൻസർ ദാറ്റ് ആൻഡ് ദെൻ മേ ബി ഗോ ടു യുവർ ക്ലോസിംഗ് കമൻറ്റ്സ്, ദാറ്റ് ബി ഗ്രേറ്റ്. ഐ എം നോട്ട് ആസ് ഇൻഫോംഡ് ആസ് യു വിത്ത് റെസ്പെക്ട് ടു ദാറ്റ്. പക്ഷേ അങ്ങനെ നമുക്കതിൻ്റെ ഒരു മാക്രോ പെർസ്പെക്റ്റീവിൽ ഒരു പക്ഷേ ദർ വിൽ ബി people operating who will be supplying narcotics to the country across the world. അതങ്ങനെയുണ്ട്. There are cartels which operate and which provide narcotics. പക്ഷെ അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് cannot be dealt by state police agency to take the investigation abroad. അത് സിനിമയിൽ മാത്രമാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ ഫ്ലൈറ്റ് പിടിച്ച് വേറെ വിദേശ രാജ്യത്ത് പോയി അവിടെയുള്ള ആൾക്കാരെ വെടിവെച്ച് കൊന്ന് ആൾക്കാരെ പിടിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ സിനിമയിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും ആസ് പെർ ദ ലോ, ഇഫ് യു ഹാവ് ടു ഗെറ്റ് ഈവൺ എ സിംഗിൾ ഡീറ്റെയിൽ ഫ്രം എ കൺട്രി ഔട്ട്സൈഡ്, യു ഹാവ് ടു ഫോളോ എ സീരീസ് ഓഫ് ലീഗൽ സ്റ്റെപ്സ് എന്ന് പറയുന്ന വളരെ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റെപ്സ് നടത്തിയാലേ നമുക്ക് അവിടെ നിന്ന് ഒരു ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് പോലും കിട്ടുള്ളൂ, ഒരു വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് പോലും കിട്ടുള്ളൂ, ഒരു ഇൻഫർമേഷൻ പോലും കിട്ടുള്ളൂ. ഇറ്റ്സ് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി മൂവിയിൽ കാണിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല നർക്കോട്ടിക് കേസിലായാലും ഏത് കേസിലായാലും ഇൻവെസ്റ്റിഗേഷൻ ആസ് സച്ച്. ബട്ട് certainly there are, in a macro perspective, there are people or cartels which operate, which supply drugs across the country, across the world. ആൻഡ് ദർ ആർ മിഡിൽ ലെയറിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ സപ്ലൈയിലും ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അതിന് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക് ടു സ്കെച്ച് ഈച്ച് വൺ ഓഫ് ദം ആൻഡ് ടു മേക്ക് ആൻഡ് പ്ലോട്ട് ആൻഡ് ക്യാച്ച് ഓൾ ദ പീപ്പിൾ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതങ്ങനെ ഒരു വളരെ മൂവിങ് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് ഇന്നൊരാൾ അല്ലെങ്കിൽ നാളെ ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ അകത്ത് ഗോയിങ് ആൻഡ് കമ്മിങ് ആൻഡ് ഔട്ട്, അങ്ങനെ ഇൻ ആൻഡ് ഔട്ട് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ള എനിക്ക് പറയാനുള്ളത്. ഒരു അണ്ടർ സ്റ്റേറ്റ് ഏജൻസീസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. Thanks for that. So we started with Lucifer and we're ending with Emburan. We are reaching the end of the discussion. So big thanks to all the panelists for their informative insights. I hope there are takeaways for each one of us today. To conclude, എനിക്ക് പറയാനുള്ളത്, borrowing the words of Mahatma Gandhi, let us be the change that we wish to see in the world. Each one of us has the power to make a difference, to create a society free from the calamity of drug abuse. Let us start today by making positive choices and empowering those around us. When we meet again for the next permute, what we want to hear is stories from you on how you remained drug-free and how you helped towards the cause of drug-free Kerala. Thank you everyone and Jai Hind. Thank you, sir. We come into this, the
the end of the panel discussion of the fighting substance abuse and empowering youth through positive engagement. I request all the panelists and the moderator to remain on the stage while I request City Police Commissioner, Trivandrum City, Mr. Thomas Joes, IPS, on here to launch the drugfreekerala.com website. Would you? Yes, sir. ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ തോമസ് ജോസ് IPS, drugfreekerala.com എന്ന വെബ്സൈറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുകയാണ്. ലോഞ്ചിന് ശേഷം ഒരു പ്രതിജ്ഞ, ഡ്രഗ് ഫ്രീ കേരള, അതായത് ഡ്രഗ് ഫ്രീ എന്നുള്ള രീതിയിലുള്ള പ്രതിജ്ഞ ഇപ്പോൾ ആ സ്ക്രീനിൽ വരികയും അദ്ദേഹം അത് ചൊല്ലുമ്പോൾ പ്രതിജ്ഞ ചൊല്ലുമ്പോൾ എല്ലാവരും ദയവേത് എഴുന്നേറ്റ് നിന്ന് ആ പ്രതിജ്ഞ ചൊല്ലുവാനായിട്ട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓൾസോ the guests in the stage also I request to join ഈ ഒരു പ്രതിജ്ഞയിൽ പങ്കുചേരുവാനായിട്ട് while our city police commissioner. By pledging to this drug-free campaign, I accept the following conditions. I accept the following conditions. I am aware of the harmful effects that drugs have on our society. I commit to not using drugs or any harmful substances. I will not encourage anyone to use drugs and will discourage drug use in my community. I will report any instances of drug use or trafficking to the authorities to help fight drug abuse. I will support and help those affected by drugs to recover and lead a healthy, normal life. Thank you. Thank you, sir. Thank you so much, sir. ഒരു കാര്യം കൂടി എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി, നമ്മൾക്ക് drugfreekerala.com നിങ്ങളുടെ ഫോണിലോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രതിജ്ഞ അവിടെ കാണാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനാൽ തന്നെ ഈ പറയുന്ന സൈറ്റിലേക്ക് പോവുക. ഐ എഗ്രി എന്നുള്ള പ്രതിജ്ഞ അവിടെ കാണും. അപ്പോൾ അതിൻ്റെ താഴെ ഐ എഗ്രി എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വലിയ മഹത്തായ ഈ ഒരു ഈ മഹത്തായ യജ്ഞത്തിൽ, ഈ മഹത്തായ ഒരു ഇനിഷ്യേറ്റീവിൽ നിങ്ങളെല്ലാം തന്നെ ഒരു ഭാഗമാകുകയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കോളേജുകളിൽ പോയി, സ്കൂളുകളിൽ പോയി, നിങ്ങൾ വർക്ക് ചെയ്യുന്ന എവിടെയാണെങ്കിലും ഈ പറയുന്ന ഈ സൈറ്റ്, ഈ പറയുന്ന drugfreekerala.com എന്ന് പറയുന്ന ഈ സൈറ്റ് ഷുവറായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അവർക്കും ഈ പറയുന്ന പ്രതിജ്ഞ എടുക്കുകയും ഐ എഗ്രി എന്ന് പറയുന്ന ക്ലിക്കിലോടുകൂടി Okay, and Deepu was saying that you will get a certificate once you click on to that I agree. You will get a certificate with your name, and which you can actually take it. You can actually pass it. You can actually exhibit as the certificate from drugfreekerala.com.